നമസ്കാരം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. മുഹമ്മദ് നബിയെ അപമാനിച്ചെന്ന് ആരോപിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് ഹിന്ദു ബാലനെ ക്രൂരമായി ആക്രമിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ആഘോഷിക്കുകയും ചെയ്തു. എഹ്സാനുൽ ഹഖ് എന്ന യുവാവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ബുധനാഴ്ച രാത്രിയാണ് ബംഗ്ലാദേശിലെ ഒരു പ്രാദേശിക മദ്രസയുമായി ബന്ധമുള്ള ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകളായ വിദ്യാർത്ഥികൾ 15 വയസ്സുള്ള ഹിന്ദു ബാലനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. മുഹമ്മദ് നബിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് കൗമാരക്കാരനെ പ്രതിയാക്കിയത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നാലെ മദ്രസകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷൻ വളയുകയും അകത്ത് കയറി കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും അബോധാവസ്ഥയിലാക്കുകയും ചെയ്തു. സംഭവത്തിനു ശേഷം പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയ കൗമാരക്കാരൻ കൊല്ലപ്പെട്ടതായി പള്ളിയിലെ ഉച്ചഭാഷിണിയിലൂടെ അറിയിച്ചു. എന്നാൽ കുട്ടി മരിച്ചിട്ടില്ലെന്നും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ. ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹഖ് അൽഹംദുലില്ലാ ഞങ്ങൾ ഒരു പിശാചിനെ കൊന്നു എന്ന പോസ്റ്റാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഈ പോസ്റ്റിലൂടെ ഹഖ് തന്റെ ക്രൂരത ആഘോഷിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർ ആവർത്തിക്കണമെന്നും പറയുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം, രേഖാമൂലമുള്ള കൂട്ടക്കൊലകൾ, വംശഹത്യകൾ, ക്ഷേത്രങ്ങൾ തകർക്കൽ, നശിപ്പിക്കൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കൽ എന്നിവയുടെ രൂപത്തിൽ ചരിത്രപരവും തുടരുന്നതുമായ മതപീഡനങ്ങളും വ്യവസ്ഥാപിതമായ ആക്രമണങ്ങളും ഹിന്ദുക്കൾ അനുഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ഭരണകാലത്ത് ഹിന്ദുക്കൾക്കെതിരെ ഭരണകൂടം സ്പോൺസർ ചെയ്ത പീഡനങ്ങൾ നടന്നിരുന്നു. മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ചരിത്രകാരന്മാർ ഹിന്ദുസ്ഥാനിലെ ഇസ്ലാമിക സുൽത്താനേറ്റുകളുടെ സൃഷ്ടിയും വികാസവും വിശുദ്ധ യുദ്ധമായും ഒരു മതപരമായ അധിനിവേശമായും മുസ്ലിം ശക്തികളെ ഇസ്ലാമിന്റെ സൈന്യമായും ചിത്രീകരിച്ചു. ഹിന്ദുക്കൾ അവിശ്വാസികളായി. ഇന്നും ഹിന്ദുക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളും അതിക്രമണങ്ങളും കൂടി വരികയാണ്. വെബ് ഡെസ്ക് തത്തുമൈ. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.